ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിയർ-ലാംബർട്ട്സ് ലോ ആണ്. ബിയർ-ലാംബർട്ട്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്, ഇക്വേഷനും ന്യൂമറിക്കൽസും ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഡെറിവേഷൻ ആവശ്യമില്ല. എന്താണ് ബിയർ-ലാംബർട്ട്സ് ലോ? For a given material sample, path length and concentration of sample are directly proportional to the absorbance of light. ഇതാണ് ബിയർ-ലാംബർട്ട്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ CL. അപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു അപ്പാരറ്റസിൽ എടുത്തിട്ടുള്ള സൊല്യൂഷൻ ആണ്. ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ C ആണ്. ഓക്കെ, ദെൻ ആ ഒരു സൊല്യൂഷനിൽ കൂടി നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ലൈറ്റിന്റെ ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി I0 ആണ്. ആദ്യം നമ്മുടെ സൊല്യൂഷനിൽ കൂടി പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി I0 ആണ്. ദെൻ അതിനുശേഷം അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ലൈറ്റിന്റെ ഇന്റൻസിറ്റി IT ആണ്. കുറച്ച് ലൈറ്റിൽ കുറച്ച് എന്തായാലും നമ്മുടെ സൊല്യൂഷൻ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഈ എടുത്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ തിക്നെസ് ആണ് X. ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്? നമ്മളൊരു സൊല്യൂഷൻ എടുക്കുന്നു. സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ C ആണ്, X ആണ് അതിന്റെ തിക്നെസ്. അതായത് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് എടുത്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ തിക്നെസ് ആയിരിക്കും X. നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ കൂടി ലൈറ്റിനെ പാസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് I0യും ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ITയും ആണ്. അങ്ങനെയാണെങ്കിൽ അബ്സോർബൻസ്, ഈ ലൈറ്റിന്റെ അബ്സോർബൻസ് എത്രത്തോളം നമ്മുടെ കോൺസെൻട്രേഷൻ അബ്സോർബ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ബിയർ-ലാംബർട്ട്സ് ലോയിൽ പറയുന്നത്. എന്താ പറയുന്നത്? ഫോർ എ ഗിവൺ മെറ്റീരിയൽ സാമ്പിൾ, path length and concentration of the sample are directly proportional to the absorbance of light. ഒരു ഗിവൺ മെറ്റീരിയൽ സാമ്പിളിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അബ്സോർബൻസ് ഓഫ് ലൈറ്റ്, എത്രത്തോളം ലൈറ്റ് അബ്സോർബ് ചെയ്തു എന്നുള്ളത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? path length and concentration of the sample are directly proportional എന്നാണ് പറയുന്നത്. ഓക്കെ, absorbance of light passing through a solution is directly proportional to path length and concentration of സാമ്പിൾ. ഈ എല്ലെന്ന് കാണിച്ചിരിക്കുന്ന പാത്ത് ലെങ്ത് ആണ്. പാത്ത് ലെങ്ത് അല്ലെങ്കിൽ തിക്നെസ് സെയിം ആണ്. നമ്മളിവിടെ X എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ X എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. അത് എല്ലെന്നോ X എന്നോ എങ്ങനെ വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഓരോ ലെറ്ററും നമ്മൾ എന്താണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് താഴെ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുക. നമുക്ക് ഏത് ലെറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സോ അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ആൻഡ് പാത്ത് ലെങ്ത് ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ തിക്നെസ് ഓഫ് സൊല്യൂഷൻ, അതാണ് LC. ഇനി ഇപ്പൊ ഈ എപ്സിലോൺ എങ്ങനെ വന്നു? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ. നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇട്ടു. അപ്പൊ എപ്സിലോൺ എന്താണ്? ഒരു കോഎഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അത് മോളാർ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ബിയർ-ലാംബർട്ട്സ് ലോ? ഒരു ഗിവൺ മെറ്റീരിയൽ സാമ്പിളിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിന്റെ അബ്സോർബൻസ് എന്തിനൊക്കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷനും പാത്ത് ലെങ്തിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് അബ്സോർബൻസ് A is equal to എപ്സിലോൺ CL. ഇവിടെ A എന്താണ്? എമൗണ്ട് ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് ഫോർ എ പർട്ടിക്കുലർ വേവ് ലെങ്ത് ഓർ അബ്സോർബൻസ്. എപ്സിലോൺ എന്താണ്? മോളാർ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യന്റ്. L എന്താണ്? ഡിസ്റ്റൻസ് കവേർഡ് ബൈ ലൈറ്റ് ത്രൂ ദി സൊല്യൂഷൻ. ആ ഒരു സൊല്യൂഷനിൽ കൂടി ലൈറ്റ് എത്രത്തോളം ഡിസ്റ്റൻസ് കവർ ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷന്റെ പാത്ത് ലെങ്ത്. ഓക്കെ, ഇനി C എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് അബ്സോർബിംഗ് സ്പീഷീസ്. അപ്പൊ ഇതാണ് നമ്മുടെ ബിയർ-ലാംബർട്ട്സ് ലോയും അതിന്റെ ഇക്വേഷനും. ഇപ്പൊ ഈ ബിയർ-ലാംബർട്ട്സ് ലോ എന്ന് പറയുന്നത് രണ്ട് ഡിഫറെന്റ് ലോസിന്റെ ഒരു കോമ്പിനേഷനാണ്, ബിയേഴ്സ് ലോയും ലാംബർട്ട് ലോയും. ബിയേഴ്സ് ലോ പറയുന്നത് കോൺസെൻട്രേഷൻ ആൻഡ് അബ്സോർബൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ്. A ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു C എന്നാണ് നമ്മുടെ ബിയേഴ്സ് ലോ പറയുന്നത്. അത് അതൊരു ഓഗസ്റ്റ് ബിയർ എന്നൊരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ്. ഇനി ലാംബർട്ട് ലോ ജോഹാൻ ലാംബർട്ട് കണ്ടുപിടിച്ചതാണ്. ഇതിനകത്ത് എന്താ പറയുന്നത്? അബ്സോർബൻസും പാത്ത് ലെങ്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. A ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L. അപ്പൊ ഇവര് രണ്ടായിട്ടാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പൊ രണ്ടും സെയിം ആണ്. ലെഫ്റ്റ് സൈഡ് രണ്ട് സെയിം ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും? A ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ആണ്, A ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അതുകൊണ്ട് അബ്സോർബൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ആൻഡ് പാത്ത് ലെങ്ത് എന്ന് നമ്മൾ രണ്ട് ലോയും കൂടി ചേർത്താണ് ബിയർ-ലാംബർട്ട്സ് ലോ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി I0 ആണ് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ, IT ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻ നമ്മൾ പറഞ്ഞു. തിക്നെസ് L ആണ്, തിക്നെസ് ഓഫ് മീഡിയം. അങ്ങനെയാണെങ്കിൽ അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ CL ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷന്റെയും ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് റേഡിയേഷന്റെ ടേംസിൽ പറഞ്ഞ എങ്ങനെയായിരിക്കും? അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു ലോഗ് I0 ബൈ IT ആയിരിക്കും. ഓക്കെ, അബ്സോർബൻസിന്റെ വേറൊരു ഇക്വേഷൻ ആണ് ലോഗ് I0 ബൈ IT, where I0 is intensity of incident radiation and IT is intensity of transmitted radiation, and that's equal to minus log T. A absorbance ആണ്, അങ്ങനെയാണെങ്കിൽ T എന്തായിരിക്കും? ട്രാൻസ്മിറ്റൻസ് ആയിരിക്കും. അബ്സോർബ് ചെയ്തതിന് ശേഷം എത്രത്തോളം ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ട്രാൻസ്മിറ്റൻസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ട്രാൻസ്മിറ്റൻസിന്റെ ഇക്വേഷൻ IT ഡിവൈഡഡ് ബൈ I0 ആണ്. ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻ ഡിവൈഡഡ് ബൈ ഇന്റൻസിറ്റി ഓഫ് അബ്സോർബ്ഡ് റേഡിയേഷൻ.
അങ്ങനെയാണെങ്കിൽ അബ്സോർബൻസ് എ ഈസ് ഈക്വൽ ടു ലോഗ് I0/IT. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇതിൽ നിന്ന് പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. എ ഈസ് ഈക്വൽ ടു എപ്സിലോൺ CL അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷന്റെ ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് റേഡിയേഷന്റെ ടേംസിൽ പറഞ്ഞാൽ ലോഗ് I0/IT ആണ് എ. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ലോഗ് ട്രാൻസ്മിറ്റൻസിന്റെ ഇക്വേഷൻ IT/I0 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഓർത്തിരുന്നാൽ ഏത് പ്രോബ്ലംസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ബിയർ ലാംബർട്ട്സ് ലോ എന്ന് നമ്മൾ കണ്ടു. ഇനി ബിയർ ലാംബർട്ട്സ് ലോയിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് ആണ്. എ ഡൈ സൊല്യൂഷൻ ഓഫ് കോൺസെൻട്രേഷൻ 0.04 മോളാർ ഷോസ് അബ്സോർബൻസ് ഓഫ് 0.045 at 530 നാനോമീറ്റർ while a test solution of same dye shows absorbance 0.022 under same conditions. Find the concentration of test solution. നമ്മളൊരു ഡൈ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അതിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.04 മോളാർ ആണ്. അബ്സോർബൻസ് എത്രയാണ്? 0.045 ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ C1 തന്നിട്ടുണ്ട്, അതിന്റെ അബ്സോർബൻസും തന്നിട്ടുണ്ട്. 530 നാനോമീറ്റർ ആണ്. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. വൈലെ ടെസ്റ്റ് സൊല്യൂഷൻ ഓഫ് സെയിം ഡൈ തന്നെ നമ്മൾ ആദ്യം എടുത്ത അതേ സൊല്യൂഷൻ തന്നെ നമ്മൾ രണ്ടാമതും എടുക്കുന്നത്, പക്ഷെ അതിന്റെ കോൺസെൻട്രേഷൻ മാറിയിട്ടുണ്ട്. ഓക്കെ, അതിന്റെ അബ്സോർബൻസും തന്നിട്ടുണ്ട് 0.022 ആണ്. അങ്ങനെയാണ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സൊല്യൂഷന്റെ അബ്സോർബൻസും കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്, രണ്ടാമത്തെ സൊല്യൂഷന്റെ അബ്സോർബൻസ് തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ A1 ഉണ്ട്, C1 ഉണ്ട്, A2 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു റിലേഷൻ നമ്മൾ ഉപയോഗിക്കും. A1/A2 ഈസ് ഈക്വൽ ടു C1/C2. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് അൺനോൺ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. A1/A2 ഈസ് ഈക്വൽ ടു C1/C2. ഒരേ സൊല്യൂഷൻ തന്നെ, സെയിം സൊല്യൂഷൻ ആകുമ്പോൾ തിക്നെസ്സും എല്ലാം സെയിം ആയിരിക്കും. ആകെപ്പാടെ അതിന്റെ അബ്സോർബൻസിനും കോൺസെൻട്രേഷനും മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഓക്കെ, തിക്നെസ്സും എപ്സിലോണും കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ എടുക്കാൻ പറ്റിയത്. ഇനി അബ്സോർബൻസ് ഓഫ് എ 0.01 മോളാർ ഡൈ സൊല്യൂഷൻ ഇൻ എഥനോൾ ഈസ് 0.62 ഇൻ എ 2. അതുപോലെ ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം 530 നാനോമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? വേവ് ലെങ്ത്, നമുക്ക് വേവ് ലെങ്ത് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഒന്നും ഇല്ല. വേവ് ലെങ്ത് വെറുതെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ തന്നിട്ടുണ്ടല്ലോ എന്ന് കരുതി എവിടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനൊന്നും പോകരുത്. വേവ് ലെങ്ത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി അബ്സോർബൻസ് ഓഫ് 0.01 മോളാർ ഡൈ സൊല്യൂഷൻ ഇൻ എഥനോൾ ഈസ് 0.62 ഇൻ എ 2 cm സെൽ ഫോർ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 5000 ആംഗ്സ്ട്രോം. പാത്ത് ലെങ്ത് ഓഫ് ലൈറ്റ് ത്രൂ സാമ്പിൾ ഈസ് ഡബിൾഡ് ആൻഡ് കോൺസെൻട്രേഷൻ ഈസ് മെയ്ഡ് ഹാഫ്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് അബ്സോർബൻസ്? അപ്പോൾ ഒരു ഡൈ തന്നിട്ടുണ്ട്, 0.01 മോളാർ ആണ് അതിന്റെ കോൺസെൻട്രേഷൻ. അതിന് എഥനോളിലുള്ള അബ്സോർബൻസ് തന്നിട്ടുണ്ട് 0.62 ആണ്. ഓക്കെ, അബ്സോർബൻസ് 0.62 ആണ്. ഇനി 2 cm സെൽ എന്ന് പറഞ്ഞാൽ ഇത് എന്തായിരിക്കും? ലെങ്ത് ആയിരിക്കും. ഫോർ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ കോൺസെൻട്രേഷൻ ഉണ്ട്, അബ്സോർബൻസ് ഉണ്ട്, തിക്നെസ് ഉണ്ട്. ഇനി പാത്ത് ലെങ്ത് ഓഫ് ലൈറ്റ് ത്രൂ സാമ്പിൾ ഈസ് ഡബിൾഡ്. അപ്പോൾ ഈ L എന്നുണ്ടായിരുന്നു എന്താക്കി? 2L ആക്കി. കോൺസെൻട്രേഷൻ ഈസ് മെയ്ഡ് ഹാഫ്. കോൺസെൻട്രേഷൻ C/2 ആക്കിയിട്ടുണ്ടെങ്കിൽ അബ്സോർബൻസിന് എന്ത് വ്യത്യാസം വരുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അബ്സോർബൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ CL ആണ്. ആദ്യത്തെ അബ്സോർബൻസ് A1 തന്നിട്ടുണ്ട് 0.62 ആണ്. ലെങ്ത് തന്നിട്ടുണ്ട് 2 cm ആണ്. C1 തന്നിട്ടുണ്ട് 0.01 ആണ്. അങ്ങനെയാണെങ്കിൽ എയും സിയും എല്ലും ഉണ്ടെങ്കിൽ നമുക്ക് എപ്സിലോൺ കണ്ടുപിടിക്കാം അല്ലെ? എപ്സിലോൺ A ഈസ് ഈക്വൽ ടു എപ്സിലോൺ CL ആയതുകൊണ്ട് എപ്സിലോൺ ഈസ് ഈക്വൽ ടു A/CL ആയിരിക്കും. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എപ്സിലോൺ കണ്ടുപിടിക്കാം. ഇനി അടുത്ത ലെങ്ത് എന്താക്കിന്നാ പറഞ്ഞിരിക്കുന്നത്? L 2 cm ആയിരുന്നത് 2 മടങ്ങാക്കി. ഇപ്പൊ 2 ആയിരുന്നു 4 cm ആക്കി. കോൺസെൻട്രേഷൻ പകുതിയാക്കി. 0.01ന്റെ പകുതി 0.005 ആക്കി. ഇനി അബ്സോർബൻസിന് എന്ത് വ്യത്യാസം വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്സിലോൺ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. C ഉണ്ട്, L ഉണ്ട്. അപ്പൊ A ഈസ് ഈക്വൽ ടു എപ്സിലോൺ CL 0.62. ആദ്യത്തെ വാല്യൂ തന്നെയാണ് നമുക്ക് രണ്ടാമതും കിട്ടിയത്. അതായത് ആ സൊല്യൂഷന്റെ പാത്ത് ലെങ്ത് ഇരട്ടിയാക്കി, കോൺസെൻട്രേഷൻ ഹാഫ് ആക്കി, പക്ഷെ അബ്സോർബൻസ് സെയിം തന്നെ ആയിരിക്കും. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മളത് കണ്ടുപിടിച്ചു. ഇനി പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് ഓഫ് എ 0.01 മോളാർ ഡൈ സൊല്യൂഷൻ ഇൻ എഥനോൾ ഈസ് 20% ഇൻ എ 2 cm സെൽ ഫോർ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 5000 ആംഗ്സ്ട്രോം. ഫൈൻഡ് അബ്സോർബൻസ് ആൻഡ് മോളാർ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന അബ്സോർബൻസിന് പകരം ട്രാൻസ്മിറ്റൻസ് ആണ്. അതും പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് ആണ്. 0.01 മോളാർ ഡൈ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓഫ് ട്രാൻസ്മിറ്റൻസ് 20% ആണ്. തിക്നെസ് L തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അബ്സോർബൻസും മോളാർ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റും എയും എപ്സിലോണും ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്? C ഉണ്ട്, L ഉണ്ട്, ട്രാൻസ്മിറ്റൻസിന്റെ പെർസെൻറ്റേജ് 20% തന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് തരുമ്പോൾ ട്രാൻസ്മിറ്റൻസ് പെർസെൻറ്റേജ് 20% എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ട്രാൻസ്മിറ്റഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി 20 ആയിരിക്കും. അങ്ങനെയാണ് അബ്സോർബ്ഡ് ലൈറ്റിന്റെ അബ്സോർബൻസ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് 100, ഇന്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് 20. അങ്ങനെയാണെങ്കിൽ
അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു ലോഗ് I0/IT. നമുക്ക് ഈ ഇക്വേഷൻ നോട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് I0 ഉണ്ട് IT ഉണ്ട്. അബ്സോർബൻസ് ഈസ് ഈക്വൽ ടു ലോഗ് I0/IT. അപ്പോൾ ലോഗ് 5 കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അബ്സോർബൻസ് കിട്ടും. ഇനി എപ്സിലോൺ കണ്ടുപിടിക്കണമെങ്കിൽ അബ്സോർബൻസ് ഉണ്ട്, കോൺസെൻട്രേഷൻ ഉണ്ട്, തിക്നെസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ ഈസ് ഈക്വൽ ടു A/CL എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ട്രാൻസ്മിറ്റൻസ് പെർസെൻറ്റേജ് 20% തന്നാൽ നമ്മൾ IT 20 ആയിട്ട് എടുക്കുന്നു പെർസെൻറ്റേജ്. അപ്പോൾ ഫുള്ളായിട്ടും വന്നത് 100% ലൈറ്റ് ആയിട്ട് എടുത്തു, അതിൽ നിന്ന് 20% ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ബിയർ ലാംബർട്ട്സ് ലോ. ഇപ്പോൾ ഒരു C കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷനിൽ കൂടി I0 ഇന്റൻസിറ്റി ഉള്ള ഒരു ലൈറ്റ് പാസ് ചെയ്തു. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി IT ആണ്. L ആണ് ആ ഒരു കണ്ടെയ്നറിന്റെ അല്ലെങ്കിൽ ലൈറ്റ് പാസ് ചെയ്യുന്ന ആ ഒരു സൊല്യൂഷന്റെ തിക്നെസ് എങ്കിൽ absorbance of directly proportional to concentration of solution and thickness of solution ആയിരിക്കും. ദാറ്റ് ഈസ് A is equal to epsilon CL ആയിരിക്കും. ഇതാണ് നമ്മുടെ ബിയർ ലാംബർട്ട്സ് ലോ. അതിൽ ഈ A is equal to log I0/IT is equal to epsilon CL is equal to minus log T എന്നുള്ള ഈ ഒരു ഇക്വേഷൻ ഫുൾ ആയിട്ട് ഓർത്തിരിക്കുക. കാരണം പ്രോബ്ലംസ് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് വേണമെങ്കിലും വരാം. ഇതാണ് ബിയർ ലാംബർട്ട്സ് ലോ. അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ മനസ്സിലാക്കി പഠിച്ചാൽ മതി, അതിൻ്റെ ഇക്വേഷനും അറിഞ്ഞിരിക്കാം. Okay.